ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ എതിർവാദം ഉന്നയിച്ചെന്നുള്ളതിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു. ആദ്യം ഒരു സൂചനയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കോടതിയിൽ നിന്ന് തന്നെ ഒരു സ്ഥിരീകരണം വരികയാണ്. രാഷ്ട്രീയപരമായി ഇതിനെ നോക്കുമ്പോൾ വലിയൊരു പറ്റിക്കലിന്റെ സാധ്യത അവിടെയുണ്ട്. പറഞ്ഞു പറ്റിക്കൽ അല്ലെങ്കിൽ വാക്ക് പാലിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നമ്മുടെ MP-മാർക്ക് നൽകിയ ഒരു ഉറപ്പായിരുന്നു ഇന്നലെ വൈകിട്ട് ഈ സമയം ലഭിച്ചത്. ആ വാക്കുകൾക്കൊന്നും പ്രത്യേകിച്ചൊരു സാധ്യതകൾ ഇല്ലാത്ത തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ. ഇനി ജാമ്യാപേക്ഷയിൽ ഒരു വിധിയിലൊരു പ്രതീക്ഷയാണ് ഉള്ളത്. അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ കൂടി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ എങ്ങനെയാണ്? മാത്രമല്ല, ഇതിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇന്ന് പാർലമെന്റിൽ എത്തിയപ്പോൾ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ സംസാരിച്ചത് നിയമത്തിന്റെ വഴിക്ക് പോകും എന്നുള്ളൊരു പ്രസ്താവനയായിരുന്നു നടത്തിയത്. അപ്പോൾ അവിടെയൊക്കെ ഒരു കാര്യങ്ങൾ അവിടെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിരിക്കില്ല മുന്നോട്ട് എന്നുള്ള സൂചനകൾ നൽകി വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ എല്ലാവർക്കും അപ്പോഴും കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു, പ്രോസിക്യൂഷൻ വാദത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണാം? ഒരു കണ്ണിൽ പൊടിയിട്ട് കേന്ദ്രം പറ്റിക്കുകയായിരുന്നോ എന്നുള്ള തരത്തിലേക്ക് ആൾക്കാർ വ്യാഖ്യാനിച്ചാൽ അതിനെ മാറ്റി പറയാൻ പറ്റുമോ? സംഗീത തീർച്ചയായും ഇതിനെ അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം കേരളത്തിലെ നേതാക്കന്മാരോട് ഒരു നയവും ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ സർക്കാരിനോടും ഛത്തീസ്ഗഡിലെ BJP സർക്കാർ എടുത്ത നിലപാടിനോട് മറ്റൊരു നയവുമാണ് കേന്ദ്രത്തിലെ BJP എടുത്തതെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ ഒരു ഭരണഘടനാ പദവി തന്നെയാണ്. അദ്ദേഹം എടുത്ത നിലപാടിന് വിരുദ്ധമായാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ NIA കോടതിയിൽ നിലപാടെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ തന്നെ അക്കാര്യം പറഞ്ഞിരിക്കുന്നു. എന്താണോ FIR-ൽ പറഞ്ഞിരിക്കുന്നത് അക്കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതേപടി ആവർത്തിക്കുമെന്നാണ് NIA അഭിഭാഷകൻ പറയുന്നത്. അതിനർത്ഥം മതപരിവർത്തനവും ആ രൂപത്തിൽ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നു എന്നടക്കം ഗുരുതരമായ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളതിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ അതുപ്രകാരം മുന്നോട്ട് പോകുന്നു എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷന്റെ ഭാഗമായി അവിടെ കോടതിയിൽ ഉന്നയിച്ചിട്ടാണ് നാം മനസ്സിലാക്കുന്നതും ആ കാര്യങ്ങൾ മടങ്ങിയെത്താം. ഇപ്പോൾ റഹീം MP ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ റഹീം, അങ്ങ് അറിഞ്ഞല്ലോ ഇങ്ങനെ ഒരു പ്രോസിക്യൂഷൻ വാദം ഒക്കെ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യം. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചനയുടെ ഒരു കാര്യമൊക്കെ ഇതിൽ ഉണ്ടാകുന്നില്ല. അങ്ങയുടെ പ്രതികരണം എങ്ങനെയാണ്? കൊടും ചതിയാണിത്. ഇന്ന് ജാമ്യം ഉറപ്പാണ്, ഇന്ന് പുറത്തിറങ്ങിയിരിക്കും എന്നാണ് ഇന്നലെ കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയ ഉറപ്പ്. പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്നും അദ്ദേഹം ഭംഗ്യന്തരേണ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ നോക്കൂ, എന്നിട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഈ കാര്യത്തിൽ അങ്ങേയറ്റത്തെ നീതികേടും ചതിയും ആവർത്തിച്ചിരിക്കുകയാണ്. കന്യാസ്ത്രീകൾ നിരപരാധികളാണ്. ജയിലിൽ കിടക്കുന്ന 19 വയസ്സുകാരനായ ആദിവാസി യുവാവും സഹായനും അദ്ദേഹവും നിരപരാധിയുമാണ്. നിരപരാധികളായ 3 പേരെയും ഒരു ദിവസം പോലും വൈകാതെ പുറത്തിറക്കണം, ഈ കള്ളക്കേസ് പിൻവലിക്കണം. ഇതാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്, കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. ഇന്നലെ വരെ സംസ്ഥാന സർക്കാർ കോടതിയിൽ എതിർക്കില്ല, നിങ്ങൾ ജാമ്യാപേക്ഷ കൊടുത്തോളൂ, നിങ്ങൾക്ക് ജാമ്യം ലഭിക്കും എന്ന് അരമനകളിൽ കയറി ഇന്നലെ പോലും BJP-യുടെ നേതാക്കൾ ഉറപ്പ് കൊടുക്കുകയും മാധ്യമങ്ങളോട് അവർ വിളിച്ചു പറയുകയും ചെയ്തതാണ്. ഇത് ചതിയാണ്. ഇത്തരം ചതി ആവർത്തിക്കരുത്. ഒരു നിമിഷം പോലും വൈകാതെ കന്യാസ്ത്രീകളെയും ആ ആദിവാസി യുവാവ് 19 വയസ്സുകാരനായ ഒരു ആദിവാസി യുവാവ് 2 പേരെയും ജയിൽ മോചിതരാക്കുകയും ഈ കള്ളക്കേസ് പിൻവലിക്കാനുമാണ് ഛത്തീസ്ഗഡ് സർക്കാർ ശ്രമിക്കേണ്ടത്. അക്കാര്യമാണ് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തേണ്ടത്. BJP-യുടെ ക്രൈസ്തവ വേട്ടയുടെ തുടർച്ചയാണ് ഈ ചതി എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. ഇതിൽ കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞു വഞ്ചിച്ചു എന്താണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതോ ഛത്തീസ്ഗഡ് സർക്കാരിൽ അവർ ഇത്തരം കാര്യങ്ങളെ പരിഗണിക്കുന്നില്ല, കേന്ദ്രം ഇത് പറഞ്ഞിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ ഇക്കാര്യങ്ങളെ പരിഗണിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? മാത്രമല്ല, നാളെ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകും, അതിലെ ഒരു പ്രതീക്ഷ അത് എത്രത്തോളം ഉണ്ട്? എത്ര ശതമാനം പ്രതീക്ഷയാണ് താങ്കൾ അടക്കമുള്ളവർ വെച്ചു പുലർത്തുന്നത്? നാളെ അവർക്ക് ജാമ്യം ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് കള്ളക്കേസാണ്, ഇത് മെരിറ്റില്ലാത്ത കേസാണ്. ഇത് കോടതി ശരിയായ രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് അടിയന്തരമായി ജാമ്യം കിട്ടേണ്ടതാണ്, ഇന്ന് തന്നെ കിട്ടേണ്ടതാണ്. നാളെ അവർക്ക് ജാമ്യം ലഭിക്കും. കള്ളക്കേസായതുകൊണ്ടും കേസിന്റെ മെരിറ്റ് ഇല്ലാത്തത് കൊണ്ടും അവർക്ക് 3 പേർക്കും നാളെ ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 2 കാര്യങ്ങളാണ് ഇവിടെ വിശ്വാസ വഞ്ചനയും ചതിയും എന്ന വാക്കിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, ഇന്ന് തന്നെ പുറത്തിറങ്ങും എന്ന് നില കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാർക്ക് നൽകിയ ഉറപ്പ് അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു, അത് ചതിയാണ്. 2, സംസ്ഥാന സർക്കാർ എതിർക്കില്ല കോടതിയിൽ എന്ന അവകാശവാദവും പൊളിഞ്ഞിരിക്കുന്നു. 2ഉം ചതിയല്ലേ? 2 വിശ്വാസ വഞ്ചനയല്ലേ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എ റഹീം MP ഈ സമയത്ത് നമ്മളോട് പ്രതികരിച്ചതിന്.